വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യധാരാ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമമാവട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ആരും അത് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ഈ വാർത്ത രാജ്യസ്നേഹമുള്ളവരും മലയാളികളും കേട്ടിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലുമായിട്ട് ബംഗ്ലാദേശ് സ്വദേശികളെ പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ അതിന്റെ കണ്ണിയായിട്ട് അവരുടെ അവരുടെ കുട്ടികളെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം. ഈ മദ്രസ പഠനം എന്ന് പറയുന്നത് ഈ സമീപ പ്രദേശത്ത് അവർ മസ്ജിദിന്റെ സമീപ പ്രദേശത്തുള്ള വീടുകളിലുള്ള കുട്ടികളെയാണ് ഈ മദ്രസ പഠനത്തിന് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ പള്ളി കമ്മിറ്റിക്കാരും മദ്രസ അധ്യാപകരും ഒക്കെ തിരക്കും, ഇത് എവിടുന്ന് വരുന്നതാണ്, ആരുടെ കുട്ടിയാണ് എന്നൊക്കെ തീർച്ചയായിട്ടും അവർ തിരക്കിയതിനു ശേഷം മാത്രമേ അവിടെ മദ്രസ പഠനം നടത്താവുള്ളൂ. പക്ഷേ ഇവിടെ കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ, ഒരു യുവാവിനെ അവർ ATS ആന്റി ടെറർ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പയ്യന്റെ പേര് മുഷീർ ഖാൻ, അമർ ഖാൻ എന്ന് രണ്ട് പേരുകളാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ജനറൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് മുഷീർ ഖാൻ എന്നും, കേരളത്തിൽ അത് വരുമ്പോൾ അത് ഇവിടെ ആധാർ കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അമർ ഖാൻ എന്നുമാണ്. അങ്ങനെ രണ്ട് പേരിലാണ് ഈ യുവാവിനെ, ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ തന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടേഴ്സ് ID കാർഡ് എല്ലാം തന്നെ നിർമ്മിച്ച് അതിന്റെ ആ രേഖ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നതും എല്ലാം തന്നെ. എന്തായാലും ഇത്തരത്തിൽ ഒരു ATSന്റെ സമയോചിതമായ ഇടപെടലിലാണ് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്ത്, അന്യ രാജ്യത്തുനിന്ന് വരുന്ന ബംഗ്ലാദേശ് പൗരന്മാർക്ക് ഇവിടെ അവർക്ക് താമസിക്കാനും അവർക്ക് ജോലി ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ കുട്ടികളെ മദ്രസകളിൽ പഠിപ്പിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ളവരാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിക്കാൻ വരുമ്പോൾ ഏതാണ്ട് ആന്റി ടെറർ സ്ക്വാഡിന്റെ കൈവശമുണ്ട് 10,000-കണക്കിന് ബംഗ്ലാദേശികളാണ് ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളതെന്നാണ് അവരുടെ കയ്യിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ കൊട്ടാരക്കരയിൽ നിന്നും പിടിക്കപ്പെട്ട മുംതാസ് എന്ന് പറയുന്ന ഒരു യുവതിയുടെ മകനാണ് ഈ അമർ ഖാൻ. എന്തായാലും അവരുടെ ചോദ്യം ചെയ്യലിലാണ് കുട്ടി മദ്രസയിൽ പഠിക്കുന്നറിഞ്ഞതും രാജ്യത്തും കേരളത്തിലും ഒക്കെ ഉള്ള മദ്രസകളിലെല്ലാം സമഗ്രമായ അന്വേഷണമാണ് ATS ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ കൂടെ സ്കൂളുകൾ കഴിഞ്ഞ മാസമാണ് ശാസ്താം കോട്ടയിൽ 2-3 ആഴ്ചകൾ മുമ്പാണ് ശാസ്താം കോട്ടയിൽ ഇത് കണക്ക് ഒരു പ്രഥമ അധ്യാപിക സ്കൂളിൽ പഠിക്കാൻ കുട്ടികളെ കൊണ്ട് ഇത് കണക്ക് മദ്രസയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ സ്കൂൾ യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞ കർശനമായിട്ട് നിർദ്ദേശം അവരെ മാതാപിതാക്കളുമായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അത് പാലിക്കപ്പെടാതെ ആ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ ബംഗ്ലാദേശ് സ്വദേശികളായിട്ടുള്ള യുവാക്കള് കേരളത്തിൽ വരികയും അവര് ആധാർ കാർഡും ഇവിടുത്തെ രേഖകളെല്ലാം നിർമ്മിക്കുകയും അതിനൊപ്പം ഇവിടെ താമസിക്കുകയും അവരെ കുട്ടികളെ ഇവിടുത്തെ മദ്രസകളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് തന്നെ വളരെ ആഘാതവും രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ അവർ സമഗ്രമായ അന്വേഷണത്തിലാണ് പിടിക്കപ്പെട്ടത്. ഇനി രാജ്യത്തുള്ള മദ്രസ ഇപ്പൊ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ മദ്രസ പഠിപ്പിക്കുന്നവർ അവരെല്ലാം ഈ തത്തുല്യ പരീക്ഷകൾ, സാക്ഷരതാ മിഷന്റെ തത്തുല്യ പരീക്ഷകൾ പാസ്സായാണ്, SLC പാസ്സായിട്ടാണ് ഇവർ ഈ മദ്രസ പഠനത്തിനെത്തുന്നത്. മുൻകാലങ്ങളിൽ SLC പാസ്സാവണമെന്നുള്ളൊരു നിർബന്ധമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിന്റെ മാനുവൽ അനുസരിച്ച് SLC എങ്കിലും പാസ്സാകുന്നത് വേണം ഈ മദ്രസ പഠനത്തിന് നിയോഗിക്കപ്പെടാൻ. അതുകൊണ്ട് പലരും നമുക്കറിയാം സാക്ഷരതാ മിഷന്റെ ക്ലാസ്സുകളിൽ വന്നാണ് SLC പാസ്സായിട്ടാണ് ഇവര് മദ്രസ പഠനത്തിന് എത്തുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന യുവാക്കളും യുവതികളും ഒക്കെ ഈ കേരളം ഒരു താവളമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ATSന്റെ ഒരു കണ്ടെത്തൽ. അതിന് ഇവിടുത്തെ ശക്തികൾ ആരായാലും അതിന് കൂട്ടുനിൽക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ സുഗമമായിട്ട് കേരളത്തിൽ വരികയും പേര് മാറ്റി ആധാർ കാർഡും എല്ലാം എടുത്തുകൊണ്ട് അവർ ഈ രാജ്യത്ത് തങ്ങുകയും കേരളത്തിൽ തങ്ങുകയും ജോലികൾക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ കുട്ടികളെ ഇവിടുത്തെ മദ്രസകളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ രാജ്യത്ത് അന്യരാജ്യത്തു നിന്ന് വരുന്നവരെ ഇവിടെ തങ്ങുക, അവരെ ഇവിടെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാതെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്.
എന്താണ് അവർ മനസ്സിലാക്കുന്നതെന്ന് എന്തായാലും ജനാധിപത്യത്തിന്റെ ഒരു തൂണ് തന്നെയാണ് മാധ്യമം. ആ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഒരു ബംഗ്ലാദേശിൽ നിന്നും വന്ന മദ്രസ പഠനത്തിൽ എത്തിയ ഒരു യുവാവിന്റെ കാര്യം ആരും റിപ്പോർട്ട് ചെയ്ത് കരുനാഗപ്പള്ളിയിലെ പുത്തൻതെരുവിലുള്ള ജമാഅത്ത് പള്ളിയുടെ കീഴിൽ ഉള്ള ശരിയത്ത് ഇസ്ലാമിക് മദ്രസയിലാണ് അവിടുന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുത്തൻതെരുവിലുള്ള മദ്രസക്കാരും ഇതിനെതിരെ പ്രതികരിച്ചില്ല. ആരും തന്നെ ഇതെന്താണ്, ഏത് കുട്ടിയാണ്, എന്തായാലും അവിടുത്തെ അറിവുള്ള മദ്രസയിലുള്ള അധ്യാപകരും മദ്രസ പള്ളി കമ്മിറ്റിക്കാർക്കും അറിയാതെ ഇത്തരത്തിലൊരു കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ കഴിയില്ല. കാര്യം ആരായാലും മദ്രസയിൽ എത്തുമ്പോൾ അവരുടെ മാതാപിതാക്കളും സ്ഥലങ്ങളും ഒക്കെ അവിടെ ഒരു അന്വേഷണം നടത്തിയോണ്ട് മാത്രമായിരിക്കും ഈ കുട്ടികളെ അവിടെ ചേർക്കുന്നത്. എന്തായാലും ഈ മദ്രസകൾ തോറും ഇങ്ങനെ കുട്ടികളെ, അന്യ രാജ്യത്തു നിന്നുള്ള കുട്ടികളെ യാതൊരുവിധ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ഈ രാജ്യത്തെത്തുകയും ഈ രാജ്യത്ത് നിന്ന് മദ്രസ പഠനങ്ങൾ നടത്തുകയും ഈ രാജ്യത്തിന് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് നിൽക്കുന്നവർ ആരായാലും അതിനെ കണ്ടെത്തി സമഗ്രമായിട്ട് അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു തെളിവാണ് ആന്റി ടെററിസ്റ്റ് കോഡിന്റെ ഇത്തരത്തിൽ ഒരു കണ്ടെത്തലും. ഈ മാധ്യമങ്ങളെല്ലാം കണ്ണും പൂട്ടി, ദൃശ്യമാധ്യമോട്ടെ പത്രമാധ്യമങ്ങൾ പോലും ഇത്തരത്തിലൊരു വാർത്ത ആരെയും അറിയിപ്പിക്കാതെ ഇങ്ങനെ സംഭവം നടന്ന കണ്ണ് അടച്ച് കഴിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് ഈ രാജ്യത്ത് തങ്ങാനും അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയും അതേപോലെ തന്നെ ഇവിടെ അവരെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആരായാലും അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അതിന് വേണ്ടുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എന്തായാലും അത് കേരളത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഭയമുളവാക്കുന്നത്. ആർക്കും വന്ന് ഇവിടെ തങ്ങാം, ഇവിടെ പഠിക്കാം, ഇവിടെ ജോലി ചെയ്യാം, ഇവിടെ വ്യാജ രേഖകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയിലും കരുനാഗപ്പള്ളിയിലും ഒക്കെ ഉള്ളവരെ ഇത് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് അവർ കുട്ടികൾ എവിടെ പഠിക്കുന്നു എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത്. എന്തായാലും ഇത്തരത്തിൽ ആര് രാജ്യവിരുദ്ധ പ്രവർത്തനം, അന്യ രാജ്യക്കാരെ അവരുടെ രാജ്യത്തിന്റെ രേഖകളോടുകൂടി ഇവിടെ വന്ന് താമസിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വരികയോ എന്നതിനൊന്നും യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. പക്ഷേ അത് പേര് മാറ്റി ഇവിടുത്തെ വ്യാജ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID എന്നുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇവിടെ പഠനം നടത്തുകയും ജോലി ചെയ്യുകയും അതിനൊത്താശ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് തികച്ചും രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതിന് കൂട്ടുനിൽക്കുന്നവർ ആരായാലും തന്നെ അതിന് നിയമ നടപടികൾ അവരതിന് നേരിടേണ്ടി വരും. എന്തായാലും ATSന്റെ സമഗ്രമായ അന്വേഷണം ഇനിയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആരൊക്കെ അന്യ രാജ്യത്തുനിന്ന് സ്വന്തം രാജ്യത്ത് വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തങ്ങിയാൽ അവർക്കൊക്കെ ശക്തമായ തിരിച്ചടിയോ അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ട നിയമ നടപടികൾ കൈക്കൊണ്ട് രാജ്യത്തിന് പുറത്താക്കും എന്ന് തന്നെയാണ് നമുക്കിത് ഈ ATSന്റെ ഇത്തരത്തിൽ അന്വേഷണത്തിൽ കൂടി കണ്ടെത്താൻ കഴിയുന്നത്. ഏത് മദ്രസയായാലും ഏത് പള്ളി കമ്മിറ്റികളായാലും അവരുടെ അറിവ് കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവരാരും പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും വ്യാപകമായിട്ട് അന്വേഷണം കേരളത്തിലും രാജ്യത്ത് ഒട്ടാകെ നടക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. മലയാളി വാർത്ത, രാംഭദ്രൻ.